സിപിഎമ്മിനെതിരെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകനായ അരുൺകുമാർ രൂക്ഷമായ ഭാഷയിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലേക്ക് ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. The soul of royal art, Kairali Jewelers. അതായത് സിപിഎം എന്ന പാർട്ടി ചില നേതാക്കൾ അവരുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു പാർട്ടിയായി സിപിഎം മാറുന്നു എന്നാണ് അരുൺകുമാർ പറയുന്നത്. സിപിഎം എന്ന പ്രസ്ഥാനം പടുത്തുയർത്തിയത് ജനങ്ങളുടെ ചോരയും വിയർപ്പും കൊണ്ടാണ് എന്ന കാര്യം പാർട്ടി മറക്കരുതെന്ന് അരുൺകുമാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് സമകാലിക രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സിപിഎം നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി.എ. അരുൺകുമാർ. വ്യക്തി താല്പര്യമല്ല, മനുഷ്യരുടെ വിശ്വാസത്തിലാണ് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പെന്നും ജാഗ്രത പാലിക്കണമെന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. ഇപ്പോഴത്തെ വിവാദങ്ങളും പ്രചാരണങ്ങളും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ടാകാം. ഇത്തരം സന്ദർഭങ്ങളിൽ ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയാനും രാഷ്ട്രീയമായി പ്രതിരോധിക്കാനും നേതൃത്വം മുന്നോട്ടിറങ്ങുന്നത് സ്വാഭാവിക ജനാധിപത്യ പ്രക്രിയയാണെന്നും അരുൺകുമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നാം ഓർക്കേണ്ട ഒരു അടിസ്ഥാന സത്യമുണ്ട്. ഈ പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടത് ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യങ്ങളിലല്ല, മറിച്ച് തലമുറകളായി ചോരയും വിയർപ്പും നൽകിയ പാവപ്പെട്ട മനുഷ്യരുടെ വിശ്വാസത്തിലാണ്. കുപ്രചാരണങ്ങളെ രാഷ്ട്രീയമായി ചെറുക്കുമ്പോൾ തന്നെ സാധാരണക്കാരുടെ കണ്ണിൽ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാനുള്ള ജാഗ്രത ഓരോ ഘട്ടത്തിലും ഉണ്ടാകണം. അപ്പോഴാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിക്കുന്നത്. ആശയപരമായ വ്യക്തതയോടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. പ്രതിസന്ധികളെയും വിവാദങ്ങളെയും അതിജീവിച്ച് കൂടുതൽ ജനകീയമായി പ്രസ്ഥാനം മുന്നോട്ട് പോകുക തന്നെ ചെയ്യുമെന്നാണ് അരുൺകുമാർ അഭിപ്രായപ്പെടുന്നത്. IHRD ഡയറക്ടർ സ്ഥാനത്ത് നിന്നും വി.എ. അരുൺകുമാറിനെ കഴിഞ്ഞ മാസമാണ് മാറ്റിയത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് IHRD സ്ഥാനത്ത് നിന്നും അരുൺകുമാറിനെ മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. IHRDയുടെ കീഴിലുള്ള പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ MV രാജേഷിനെയാണ് പുതിയ ഡയറക്ടറാക്കിയത്. 3 വർഷം മുമ്പാണ് അരുൺകുമാറിന് ഡയറക്ടർ ഇൻചാർജ് ചുമതല നൽകിയത്. ചുമതലയിൽ നിന്ന് മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രതികരണവുമായി വി.എ. അരുൺകുമാർ രംഗത്ത് എത്തിയിരുന്നു. കഴിഞ്ഞ 32 വർഷക്കാലത്തെ നീണ്ട സർവീസിൽ പ്രിൻസിപ്പൽ, അഡീഷണൽ ഡയറക്ടർ തുടങ്ങി വിവിധ തസ്തികകളിൽ ആത്മാർത്ഥമായി ജോലി ചെയ്തിട്ടും അർഹതപ്പെട്ട സ്ഥിരം ഡയറക്ടർ പ്രൊമോഷൻ നൽകാൻ ഒരു സർക്കാരും തയ്യാറായിരുന്നില്ല. ഡയറക്ടർ നിയമനം പൂർണ്ണമായും സർക്കാരുകളുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ട സാങ്കേതിക പഴുതുകളാണ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടതെന്നും അരുൺകുമാർ പരാതിപ്പെട്ടിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ട പരാജയത്തിലും അരുൺകുമാർ വിമർശനം ഉന്നയിച്ചിരുന്നു. ജനഹിതം എപ്പോഴും ശരിയുടെ പക്ഷത്തായിരിക്കുമെന്നും പ്രസ്ഥാനങ്ങൾ അവയുടെ വേരുകളിലേക്കും പഴയ കരുത്തിലേക്കും മടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും അരുൺകുമാർ അഭിപ്രായപ്പെടുകയാണ്. അരുൺകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മത്സരിപ്പിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നു. കായംകുളത്തോ VS ഒടുവിൽ പ്രതിദാനം ചെയ്ത മലമ്പുഴയിലോ മത്സരിപ്പിക്കുമെന്നായിരുന്നു അഭ്യൂഹം ഉണ്ടായിരുന്നത്. പക്ഷേ അരുൺകുമാർ വലിയ രീതിയിൽ താല്പര്യം കാണിച്ചില്ല. ഇപ്പോൾ അരുൺകുമാർ പറയുന്നതിൻ്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത് ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട് EDയുടെ റഡാറിൽ അന്വേഷണം നിൽക്കുന്നു. മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ വീണ വിജയനും അതോടൊപ്പം തന്നെ പിണറായി വിജയനിലേക്കും അന്വേഷണം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം. 3 പേരെയും ഏത് നിമിഷവും നോട്ടീസ് നൽകി ED ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കാം. പക്ഷേ പാർട്ടി പിണറായി വിജയനിലേക്കും പിണറായി വിജയന്റെ കുടുംബത്തെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന നിലയിലാണ് അരുൺകുമാറിൻ്റെ ഇത്. പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്ക് നേരെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ സ്വാഭാവികമായി പാർട്ടി ഇടപെടാം. പക്ഷേ കുടുംബത്തിന്റെ ഒരു രീതിയിലേക്ക് പോയാൽ CPM എന്താണോ ആത്മാർത്ഥമായി ഇത്രയും കാലം CPMനെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് അഹോരാത്രം പ്രയത്നിച്ച അണികളും നേതാക്കളും ഒക്കെ എങ്ങനെയാണോ കണ്ടത്, അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും എന്നതാണ് അരുൺകുമാർ പറയുന്നത്.